നിലപാടുകളുടെ രാജകുമാരൻ എന്ന ഫ്ലെക്സ് ബോർഡ് മാറി അവസരവാദികളുടെ രാജകുമാരൻ എന്ന ഫ്ലെക്സ് ബോർഡ് കേരളത്തിൽ വന്നിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. അത് ആരെ കളിപ്പിക്കാനാണ് ഈ വാചകങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ആ കമ്പനിയുമായിട്ടുള്ള ഡീലിന് വേണ്ടിയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ കർണാടകത്തിൽ പോയത്. അതിൽ നിന്ന് സുധീരനല്ല, ആര് പറഞ്ഞാലും അദ്ദേഹത്തിന് പിന്മാറാൻ പറ്റത്തില്ല. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് വളരെ അപ്ഡേറ്റഡായ പത്രപ്രവർത്തകനല്ലേ? അങ്ങ് അറിഞ്ഞിട്ടില്ലയോ ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന ഫ്ലെക്സ് ബോർഡ് മാറി അവസരവാദികളുടെ രാജകുമാരൻ എന്ന ഫ്ലെക്സ് ബോർഡ് കേരളത്തിൽ വന്നിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു? അത് അങ്ങ് ഓർക്കുന്നല്ലതാണ്. രണ്ടാമത് 3 വർഷമായി 3 പ്രാവശ്യം രാജ്യത്തെ ഏറ്റവും വലിയ മദ്യ കമ്പനി ബക്കാടി ടി.പി. രാമകൃഷ്ണൻ്റെ, എം.പി. രാജേഷിൻ്റെ, എം.വി. ഗോവിന്ദൻ്റെ മുമ്പിൽ തേരാപാര നടന്നിട്ട് അനുവാദം കിട്ടാതിരിക്കുകയാണെന്നുകൂടി നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം കൂടി ചർച്ച ചെയ്യുമ്പോൾ. പിന്നെ ശ്രീ ശിവശങ്കർ സാർ ഇത് പറയുമ്പോൾ അദ്ദേഹം ഭരിക്കുന്ന അരുണാചൽ പ്രദേശിൽ 50% പുരുഷന്മാർ മദ്യപാനികളും 23% സ്ത്രീകൾ മദ്യപാനികളുമാണ്. വടക്കൻ കേരളത്തിൽ 4 കടുകുമണി വലിപ്പത്തിലുള്ള പുകയില വെച്ച് ദിനേശ് ബീഡി ഉണ്ടാക്കുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് അദ്ദേഹം പറയുമ്പോൾ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നാണ് ഈ പാൻപരാഗ് മൊത്തം കേരളത്തിലേക്ക് വരുന്നത്. അങ്ങ് ഓർക്കണം, 80,000 മദ്യഷാപ്പുകളാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 20,000 പേർക്കൊരു മദ്യഷാപ്പാണ്. കേരളത്തിൽ 25,000 പേർക്കൊരു മദ്യഷാപ്പേ ഉള്ളൂ. കേരളത്തിൽ ആകെ 1457. നിങ്ങൾ BJP കൂടെ മാറി മാറി ഭരിച്ച കർണാടകത്തിൽ 14,500 മദ്യഷാപ്പുകൾ അംഗീകൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ കേരളത്തിൽ എല്ലാ വരുമാനവും മദ്യത്തിൽ നിന്നാണ്, ലോട്ടറിയിൽ നിന്നാണെന്ന് പറയുന്നത് അങ്ങേപ്പോലെ ഒരാൾ ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കരുത്. കേരളത്തിൽ മദ്യത്തിൽ ലോട്ടറിയിൽ നിന്നും അല്ല കേരളത്തിലെ ഭൂരിഭാഗം വരുമാനം. ഇനി സംസ്ഥാന ഗവൺമെൻറ് വരുമാനം ഇൻകം ടാക്സ് നിശ്ചയിക്കാൻ അധികാരം ഏതിന് മാത്രമാണെന്നും അങ്ങേക്കറിയാം. GST ഏർപ്പെടുത്തിയോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് ടാക്സ് നിശ്ചയിക്കാനുള്ള അവകാശം മദ്യത്തിനും വേണ്ടി വന്നാൽ ലോട്ടറിക്കും അങ്ങേയറ്റം ഒരു ചെറിയ സെസ് ഏർപ്പെടുത്താൻ പെട്രോൾ ഡീസലിനും മാത്രമേ കഴിയുള്ളൂ എന്നും കൂടി അങ്ങ് ഓർക്കണം. അപ്പോൾ സംസ്ഥാനത്തിന് വരുമാനമില്ല. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അന്താരാഷ്ട്ര കമ്പോളത്തിൽ കുറഞ്ഞിട്ടും നിങ്ങൾ വില കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. ഈ പിടിച്ചു വാങ്ങിച്ചത് വീണ്ടും നിങ്ങളുടെ കൈ വെച്ചേക്കുക. അപ്പോൾ രാജ്യം മൊത്തം മദ്യവും പാൻപരാഗും ലഹരിയും ഏത് മുറുക്കാൻ കടയിലും വിദേശ വടക്കേന്ത്യയിലോട്ട് എന്നാൽ കിട്ടുന്ന ഒരു സാധനം കേരളത്തിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്കാണെങ്കിൽ അങ്ങ് മറുപടിക്ക് സമയം തരത്തില്ലായിരുന്നല്ലോ. അപ്പോൾ കേരളത്തിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കേരളത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ UDF ആയാലും LDF ആയാലും സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വരുമാനം ഇതിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ പി.കെ. ഗോപൻ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഇടതുമുന്നണി സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാടെന്നതാണ്. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാം, അതിന് അനുവാദം നൽകാം എന്ന് തീരുമാനമെടുത്തത് കഴിഞ്ഞ സർക്കാരാണ്. അതിൽ ഈ ബക്കാടി കമ്പനി അവരുടെ സീനിയർ മാനേജർ 2021 സെപ്റ്റംബർ 17 അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന M.V. ഗോവിന്ദൻ അയച്ച കത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ ബക്കാടി ബ്രീസർ എന്ന ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് വരുന്നതിന് തടയിട്ടത് അന്നത്തെ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗിൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ്. അദ്ദേഹം ഇത് അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം തൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. പക്ഷേ അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി എടുത്ത തീരുമാനം മദ്യാസക്തി ഉണ്ടാക്കുന്നതിന്, അതായത് വീര്യം കുറഞ്ഞ മദ്യാസക്തി ഉണ്ടാക്കുന്നതിന് തെളിവില്ല എന്നായിരുന്നു. മാത്രമല്ല ഇത് 2017 അന്ന് മന്ത്രിയായിരുന്ന ടി.പി. രാമകൃഷ്ണന് ബക്കാടി കമ്പനി കത്ത് നൽകുകയും ഈ കാര്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ബെവ്കോ സമ്മതം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിന് തടസ്സം നിന്നത് അന്നത്തെ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അത് നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. അതുമാത്രമായിരുന്നു കഴിഞ്ഞ സർക്കാരിന് മുന്നിലുള്ള തടസ്സം എന്നല്ലേ വ്യക്തമാകുന്നത് നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ? നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ സവിശേഷതകൾ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തറച്ചു നിന്നിട്ടുള്ളതും പിന്നീട് അത് ഫ്രൈസായിട്ട് മാറിയിട്ടുള്ളതും ഒട്ടകപ്പക്ഷി നയം എന്നുള്ളതാണ്. അതായത് ഒട്ടകപ്പക്ഷി ജീവിക്കുന്നത് മണലാരണ്യങ്ങളിലാണല്ലോ. അപ്പോൾ അവിടെ ഒട്ടകപ്പക്ഷി തല പൂഴ്ത്തി മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ ലോകമില്ല. അത് ധരിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള ആളുകളൊന്നും തന്നെ കാണുന്നില്ല, തന്നെ അറിയുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനൊരു നയത്തെയാണ് പിന്നീട് രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും എല്ലാം ഒട്ടകപ്പക്ഷി നയം എന്നറിയപ്പെടുന്നത്. ഇവിടെ എൻ്റെ പ്രിയ സ്നേഹിതൻ അനിൽ ബോസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സഹപ്രവർത്തകരും ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആരെ കളിപ്പിക്കാനാണ് ഈ വാചകങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? VM സുധീരൻ KPCCയുടെ മുൻ പ്രസിഡൻ്റാണ്. നമ്മൾ അദ്ദേഹത്തെ മാത്രം നിർത്തിക്കൊണ്ട് പ്രശ്നം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എനിക്കും. KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനും അദ്ദേഹത്തെക്കാൾ വലിയ നേതാവുമാണ്. ഇതാരെയാണ്? ഇനി ഇവരെ പിന്തുണച്ച മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വേറെ കിടക്കുന്നു.
സാമൂഹ്യ വിഭാഗങ്ങൾ വേറെ കിടക്കുന്നു. ഇവർ ആരെ ബോധ്യപ്പെടുത്താനാണ് പറയുന്നത്? 3 വർഷവും 5 മാസവും മുമ്പ് 2023, ഇപ്പോൾ 2026, 2021 തുടങ്ങിയ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ കാരണമായത് ഇപ്പം നിങ്ങൾ പറയുന്നത് ഋഷിരാജ് സിംഗ് ആണെന്നാണ്. ഋഷിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ആത്യന്തികമായി നയം തീരുമാനിക്കുന്ന ആരാ? സർക്കാരാണ് നയം തീരുമാനിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ വന്ന പ്രശ്നത്തിൽ 2 കാര്യങ്ങളുണ്ട് ശ്രീ ഗോപികൃഷ്ണ. ഇപ്പോൾ 15 മിനിറ്റ് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ ചുരുക്കി തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നികുതിയാണ് അതിലെ ഒരു ഘടകം, മറ്റൊന്ന് സ്പിരിറ്റാണ്. ഈ 2 പ്രശ്നത്തെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അന്വേഷണം നടത്തിയിരുന്നു. ആരും നിഷേധിക്കുന്നില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ശ്രീ കെ കരുണാകരൻ നിയോഗിച്ച ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടാണ് കേരളത്തിലെ മദ്യ വ്യവസായത്തിലും മദ്യ ഉപഭോഗത്തിലും നമ്മുടെ മുമ്പിലുള്ള ഒരു ആധികാരികമായ രേഖ. ഇതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല പഠനം നടത്തിയ ഒരു രേഖ. ഞാൻ മറ്റൊരാവശ്യവുമായി ബന്ധപ്പെട്ട് ആ രേഖ ഒരിക്കൽ ശിവദാസ മേനോൻ മന്ത്രിയായിരിക്കുമ്പോൾ പരിശോധിച്ച ഒരാളാണ്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം കേരളത്തിൽ എന്നുള്ളത് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യമാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്നൊരു പ്രശ്നം, കൂടുതൽ പുതിയ എൻട്രി അതിനകത്ത് വരും. വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ച് ശീലിക്കാൻ മദ്യം ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലാത്ത വിഭാഗങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് അത് നല്ലതുപോലെ നോക്കിയിട്ടേ ചെയ്യാവൂ. അങ്ങനെ ഒരു പ്രശ്നം LDFൻ്റെ മുമ്പിൽ വന്നു. രണ്ടാമത്തെ പ്രശ്നം, വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ അത് മറ്റൊരു വിഭാഗത്തിന് കൂടി സഹായകരമാകണം. അങ്ങനെയാണ് വടക്കേ മലബാറിലുമെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കശുമാങ്ങ തൊട്ടടുത്ത സ്റ്റേറ്റായ ഗോവയിൽ വൻതോതിൽ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. വൈൻ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഫെനി ഉൽപ്പാദിപ്പിക്കുന്നു. അവരുടെ പേരാണ് ഫെനി. അപ്പോൾ നമ്മൾ അതിന് സാധ്യതയുണ്ടോ എന്ന് അറിയാനാണ് ഈ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ടിന് അയച്ചത്. നിങ്ങളിത് പഠിച്ച് റിപ്പോർട്ട് വെക്കുക. ഏതൊരു ഗവൺമെൻറ് മുമ്പിലും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയാൽ അത് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ആളിൻ്റെ ചെവിയിൽ ഒരു കാലത്ത് ഞാനിത് ചെയ്തു കൊടുക്കത്തില്ല എന്ന് പറയുന്ന കാപട്യ രാഷ്ട്രീയമല്ല വേണ്ടുന്നത്. അതിനപ്പുറം ഇങ്ങനൊരു പരിശോധനയാണ് ആവശ്യം. ആ പരിശോധന നടത്താൻ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്തത്. ഇനി ഇതിൻ്റെ നികുതി ഘടനയിലേക്ക് വന്നാൽ, നികുതി ഘടന നേരത്തെ ഇവിടെ ബിയറിൻ്റെയും വൈൻ്റെയും ശ്രീ അനിൽ ബോസ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു നികുതി ഘടനയുണ്ട്. അത് 40% കൂടുതൽ ആൽക്കഹോളിക് വോളിയം വരുന്ന മദ്യത്തിൻ്റെ നികുതി ഘടന 251%. ആ 251% കുറച്ചുകൊണ്ട് സ്പിരിറ്റിനെ അടിസ്ഥാനമാക്കി മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് ബെക്കാഡി കമ്പനി അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ബെക്കാഡി കമ്പനിയുടെ അപേക്ഷ MV ഗോവിന്ദൻ മാഷിൻ്റെ മുമ്പിൽ വന്നു, TP രാമകൃഷ്ണൻ്റെ മുമ്പിൽ വന്നു, MB രാജേഷിൻ്റെ മുമ്പിൽ വന്നു. ബെക്കാഡി കമ്പനിക്ക് മദ്യം നിർമ്മിക്കാൻ ഇടതുപക്ഷ മുന്നണി അനുമതി കൊടുത്തിട്ടുണ്ടോ? ഇടതുപക്ഷ മുന്നണി നികുതി ഘടന നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തെ ചാരി ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഇടതുപക്ഷം മഞ്ഞക്കുറ്റി ഇട്ടു, ഇടതുപക്ഷം സർവേ നടത്താൻ തീരുമാനിച്ചു, ഇടതുപക്ഷം DPR തയ്യാറാക്കി, ഇടതുപക്ഷം സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിച്ചു. ആ പ്രോജക്റ്റ് വേണ്ടാൻ തീരുമാനിക്കാൻ UDFന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അപ്പം മദ്യവുമായി ബന്ധപ്പെട്ട് ഇനി തർക്കത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചാൽ LDF മുൻകൈയെടുത്ത പ്രോജക്റ്റ് എന്തിനാണ് നിങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത്? നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC ഉപേക്ഷിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ മദ്യനയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഇന്നതാണ്. ഇതെല്ലാമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. ഞങ്ങൾ അഥവാ നടപ്പിലാക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് നടപ്പിലാക്കാനാണോ നിങ്ങളെ ജനങ്ങളേൽപ്പിച്ച ചുമതല? അതുമല്ലല്ലോ. അപ്പോൾ ഏത് തരത്തിൽ നിങ്ങൾ വാദിച്ചു പോയാലും ഇത് പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം മാത്രമാണത്. ഇനി UDFൻ്റെ കാലത്തെ മദ്യഷാപ്പുകളെക്കുറിച്ച് കുറേ കണക്കും പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായിട്ട് നടക്കുക. അതും കൂടി ഇന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാൻ ചുരുക്കം എടുത്തേ പറയുള്ളൂ. UDFൻ്റെ കാലത്ത് ശ്രീ ഗോപികൃഷ്ണ, പലരും പറയുന്നത് 29 ബാറേ ഉള്ളെന്നാണ്. UDFൻ്റെ കാലത്ത് UDF അധികാരം ഒഴിയുമ്പോൾ ഞാൻ കൃത്യമായി കണക്ക് പറയാം. 29 ബാറ്, 813 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, 306 ചില്ലറ വിൽപ്പനശാലകൾ, അങ്ങനെ 1148 ശാലകൾ വച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ അധികാരം ഒഴിയുന്നത്. ഇനി അവിടെ വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ബാറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് 3 സ്റ്റാർ ആയാലും 5 സ്റ്റാർ ആയാലും അടിസ്ഥാന സൗകര്യമില്ലാതെ കന്നുകാലികൾക്ക് മദ്യം വിളമ്പി കൊടുക്കുന്നത് പോലെ മനുഷ്യർക്ക് മദ്യം വിളമ്പി കൊടുക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതി വരെ കേസ് പോയി. അപ്പോഴാണ് 418 ബാർ ലൈസൻസ് റദ്ദ് ചെയ്യാൻ സുപ്രീം കോടതി തീരുമാനിക്കുന്നു. തുടർന്ന് ഉമ്മൻചാണ്ടി സാർ ഏർപ്പെടുത്തിയ രാമചന്ദ്രൻ കമ്മീഷൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അത് റദ്ദ് ചെയ്തത്. അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ബാറിൽ ഏർപ്പെടുത്തിയാൽ അത് പുതുക്കി കൊടുക്കണമെന്നുള്ളതാണ്.
അങ്ങനെ 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ളവർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചപ്പോഴാണ് LDF വന്നിട്ട് അത് പുതുക്കി കൊടുക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് 2014 മാർച്ച് 5-നാണ് സുപ്രീം കോടതി വിധി. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അതിനുശേഷം ഉമ്മൻചാണ്ടി സാർ കെ ബാബുവും കൂടി 6 എണ്ണത്തിന് കൂടി പുതുക്കി കൊടുത്തു. അപ്പോഴാണ് സുധീരൻ ഇടപെട്ടത്. സുധീരൻ ഇടപെട്ടിട്ട് ഈ 6 എണ്ണം പുതുക്കി കൊടുത്തപ്പോൾ അദ്ദേഹം ശക്തമായ കലാപം ഉണ്ടാക്കി. ആ ദേഷ്യത്തിന് ഉമ്മൻചാണ്ടി സാർ പിന്നീട് ഇത് ലേലത്തിന് കൊടുത്തില്ല. അങ്ങനെയാണ് അതിൽ മാറ്റം ഉണ്ടായത്. 312 ബാർ പൂട്ടേണ്ടി വന്നത്. പക്ഷേ 312 ബാർ പൂട്ടുമ്പോഴും ഈ ബിയർ വൈൻ പാർലറുകൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടാണ് പലരും താങ്കൾ എക്സൈസ് കമ്മീഷണർ വെറും ഉദ്യോഗസ്ഥനല്ലേ എന്ന് താങ്കൾ പറഞ്ഞു. ഈ എന്ത് സംഭവിച്ചാലും കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ അത് നടക്കില്ല. മാത്രമല്ല അന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ബെവ്കോ അത് കൊടുക്കാൻ തയ്യാറായിരുന്നു. തീരുമാനം വകുപ്പിൽ നിന്ന് വരണം എന്നത് മാത്രമായിരുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഈ കാര്യങ്ങളിൽ ക്ഷമിക്കണം അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കാര്യങ്ങളിൽ എടുത്ത തീരുമാനം ഇത് കുഴപ്പമില്ല എന്നായിരുന്നു. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന നിലപാടായിരുന്നു അന്ന് ഋഷിരാജ് സിംഗ് സ്വീകരിച്ചത്. ഇത് തടയിടുന്നതിന് അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നതിന് വലിയൊരു കാരണമായിട്ടുണ്ട്. ഡോക്ടർ പി കെ കോമൻ, ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് വരാം. BJP പ്രതിനിധി കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അങ്ങ് ചോദിച്ച ചോദ്യം ക്ലാരിഫൈ ഉണ്ട്. അത് മാത്രം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്നാൽ ഇങ്ങനെ, അതായത് ഋഷിരാജ് സിംഗ് സാർ ആയാലും ഏത് IAS ഓഫീസേഴ്സ് IPS ഓഫീസേഴ്സ് ആയാലും ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട്. ആ ഗവൺമെൻറ് അവരോട് ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് റിപ്പോർട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഒരാൾ അനുകൂലമായിട്ട് എഴുതി, ഋഷിരാജ് സിംഗ് സാർ എതിരായിട്ട് എഴുതി. ഗവൺമെൻറ് നിലപാടെന്താ? ഗവൺമെൻറ് ഇത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചോ? ഗവൺമെൻറ് നികുതി ഘടന നിശ്ചയിച്ചോ? അങ്ങനെയാണെങ്കിൽ ഇത് ബക്കാഡി കമ്പനി ഗവൺമെൻറ്റുമായിട്ട് കരാറുണ്ടാക്കിയോ? ബക്കാഡിയും കമ്പനിയും ഗവൺമെൻറ്റുമായിട്ട് കരാറുണ്ടാക്കിയെങ്കിലല്ലേ ഇവർക്ക് പിന്മാറാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. അങ്ങനെ കരാറുണ്ടാക്കിയോ? ബക്കാഡി കമ്പനി കർണാടക കേന്ദ്രീകൃതമായ കമ്പനിയാണ്. ആ കമ്പനിയുമായിട്ടുള്ള ഡീലിന് വേണ്ടിയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് VD സതീശൻ കർണാടകത്തിൽ പോയത്. അതിൽ നിന്ന് സുധീരനല്ല ആര് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്മാറാൻ പറ്റത്തില്ല. ഈ യാഥാർത്ഥ്യത്തെ എത്ര ചർച്ച കൊണ്ട് ഒളിച്ചു പിടിച്ചാലും നടക്കുന്ന കാര്യമല്ല. ശരി.